10 മാസം പ്രായമുള്ള മാലാഖയുടെ മൃതദേഹം അത് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ട് നൽകിയിരിക്കുകയാണ്. അതുകൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അത്രയ്ക്ക് വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ്. വിഷ്ണു പ്രകാശ് തുടരുന്നുണ്ട്. വിഷ്ണു, കുഞ്ഞ് യാത്രയാവുകയാണ്. അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായോ? ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലിൻ്റെ മൃതദേഹം ആശുപത്രി ആംബുലൻസിലോട്ട് കയറ്റി. ഇവിടെ നിന്നും ഇനിയിപ്പോൾ അത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോവുക. നാളെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും മറ്റു സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ ഉള്ള ഒരു തീരുമാനമാകുക. ഏതായാലും ഇപ്പോൾ മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ ഇവിടെ നിന്നും ആംബുലൻസ് പുറപ്പെടും. ഏതായാലും വലിയ വേദനയും അതേസമയം തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനവുമാകുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കേരളം കടന്നുപോയത്. ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. തുടർന്ന് ഇന്ന് ഒരു അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ആലിൻ്റെ പിതാവ് എത്തുന്നു. അങ്ങനെ 4 പേർക്ക് പൊതുജീവൻ ഏകാനായി ആലിൻ്റെ 4 മൃതദേഹങ്ങൾ, ഹൃദയത്തിൻ്റെ വാൽവ്, വൃക്ക, കരൾ, നേത്ര പടലങ്ങൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. അതേസമയം തന്നെ ഇപ്പോൾ കുഞ്ഞ് 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ചിങ്ങവനം പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തും. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച് നാളെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അത് വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ കുഞ്ഞിന് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടായിരിക്കും യാത്ര അയക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഔദ്യോഗിക ബഹുമതികൾ കൂടി ഉണ്ടാകും. കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഇത്ര ചെറുപ്രായത്തിലുള്ള ഒരു അവയവദാനവും അവയവ സ്വീകരണവും അത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. ഏതായാലും വളരെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അലീൻ്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആശുപത്രിയുടെ തന്നെ സുരക്ഷാ ജീവനക്കാർ ഒരുക്കിയ ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകിക്കൊണ്ടാണ് ആ ഒരു മൃതദേഹത്തെ ഈ ആശുപത്രി യാത്രയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുക. കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച് നാളെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കും. പിന്നീടാകും അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം തീരുമാനിക്കുക. ഇപ്പോൾ ആലിൻ്റെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു. നേരത്തെ ഈ പറ്റിയ അപകടത്തെ തുടർന്ന് ആലിൻ്റെ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലുള്ള
ആശുപത്രിയിലാണ് അവരുടെ ചികിത്സ നടപടികൾ നടക്കുന്നത്. ഏതായാലും വലിയ പ്രാർത്ഥന ഈ ആലിൻ്റെ മുകളിൽ ഉണ്ട്. കാരണം കേരളം ഒന്നാകെ ഈ ഒരു കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ ഈ ഒരു അവയവ മാറ്റത്തിൽ അതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അർത്ഥത്തിലും ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു വലിയ ദൗത്യം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ ഒരു പ്രാർത്ഥനയും ഈ അവയവം സ്വീകരിക്കാനുള്ള ആളുകൾക്ക് ഉൾപ്പെടെയുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാത്രി ഏറെ വൈകിയും ഈ ഒരു റോഡ് മാർഗത്തിൽ ഇത്തരം വലിയ ഒരു സാഹസം അല്ലെങ്കിൽ ഒരു വലിയൊരു ദൗത്യം അത് തയ്യാറായത്. ഈ മറുഭാഗത്ത് നിൽക്കുന്നത് കുട്ടികളാണ് എന്നുള്ള ഒരു വസ്തുത കൊണ്ടാണ്. ആ കുട്ടികൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ അത്ര സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള അവരുടെ ഒരു ചികിത്സയുടെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു അവയവങ്ങളുടെ ഒരു അവസരം ലഭിക്കുന്നത്. ഏതായാലും ഈ ആലിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ എടുത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള വലിയ ഒരു തീരുമാനം, അത് കുറച്ച് പേരുടെയെങ്കിലും ജീവന് പ്രതീക്ഷയേകാമെന്നുള്ള അവരുടെ ഒരു പ്രതീക്ഷ, അതോടൊപ്പം തന്നെ വലിയൊരു സന്ദേശം കേരളത്തിൽ എമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തേക്ക് തന്നെ വലിയ രീതിയിലുള്ള വലിയൊരു സന്ദേശം പകരാവുന്ന ഒരു തീരുമാനമാണ്.